NSS അനുകൂല നിലപാടുമായി BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വന്നതോടെ ഉപരാഷ്ട്രപതിയുടെ പരാമർശത്തിൽ പുതിയ വഴിത്തിരിവ്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെയും തള്ളിപ്പറയുന്നതാണ് ഫലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷന്റെ നിലപാട്. NSS നിലപാടുകളോട് എതിർപ്പുണ്ടെങ്കിലും നേരിട്ട് ഒരു ഏറ്റുമുട്ടൽ ഗുണമാകില്ല എന്നാണ് BJPയുടെ വിലയിരുത്തൽ. വിഷയത്തിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ഇനി എങ്ങനെ പ്രതികരിക്കും എന്നതാണ് കാണേണ്ടത്. NSSന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു കാലത്തും BJP ഇടപെടുകയില്ല എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാട്. തനിക്കേറെ പിന്തുണ നൽകിയ ആളാണ് ജനറൽ സെക്രട്ടറി എന്നും അദ്ദേഹം പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. നമുക്കറിയാം, രാജീവ് ചന്ദ്രശേഖർ വിദേശത്താണ്. അപ്പോഴാണ് ഇവിടെ പലവിധ സംഭവവികാസങ്ങൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിലാണ് ഉപരാഷ്ട്രപതിയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും NSSനെതിരെ, പ്രത്യേകിച്ചും G. സുകുമാരൻ നായരുടെ പലവിധ ഇടപെടലുകൾക്കെതിരെ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലമുണ്ടായത്. ശ്രീത്ത്, ഇന്നലെ പരസ്യ പ്രതികരണത്തിനില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഷ്ട്രീയമായ ചില നീക്കങ്ങളാണ് എന്ന്, രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ് എന്ന് സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ പരസ്യമായി പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം പേഴ്സണലായി പലരോടും പറഞ്ഞ കാര്യമാണ്. പക്ഷേ അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്, സംശയമില്ല. നമുക്കറിയാം, സുരേഷ് ഗോപിയുമായി, CP രാധാകൃഷ്ണനുമായി, നേരത്തെ പശ്ചിമ ബംഗാൾ ഗവർണറായിരുന്ന CV ആനന്ദബോസുമായൊക്കെ NSS ഉണ്ടാക്കിയ ചില പ്രശ്നങ്ങൾ അത് BJPക്ക് ഒട്ടും ദഹിച്ചിട്ടില്ല. പക്ഷേ തള്ളിക്കളയാനും പറ്റാത്ത പശ്ചാത്തലമാണ് NSS പോലൊരു സംഘടനയെ. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രഞ്ജിത്ത്, തീർച്ചയായും NSSുമായി ഒരു നേരിട്ട് ഏറ്റുമുട്ടൽ സാധ്യമാകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അല്ല BJP. കാരണം അത്രയധികം നായർ സമുദായ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പാർട്ടിയിലുണ്ട്. മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയായി, ഒരു സാമുദായിക സംഘടന കൂടിയാണ് NSS. അവിടെ നിന്നൊക്കെ വോട്ട് കാര്യമായി കൂടുതൽ ആർജിച്ചാൽ മാത്രമേ കാര്യമായി മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് BJP വിലയിരുത്തുന്നുണ്ട്. അതിനിടെയാണ് ഒരു നേരിട്ട് ഏറ്റുമുട്ടൽ, ഒരു വാക്കുകളിലൂടെ നേരിട്ട് NSSനെ, അതിന്റെ ഏറ്റവും തലപ്പത്തുള്ള ആളെ തന്നെ ഫലത്തിൽ വിമർശിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത്. ഇത് ഫലത്തിൽ നേരിട്ട് തന്നെ പ്രസ്താവനയിലൂടെ തന്നെ തള്ളിപ്പറയേണ്ടതാണ് എന്ന് BJP വിലയിരുത്തുകയാണ്. അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ തന്നെ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തത്. പ്രത്യേകിച്ച് BJP NSSനെതിരെ ഒരു നീക്കം നടത്തുന്നു എന്നതാണ് പ്രചരിച്ച വാർത്തകൾ. ഫലത്തിൽ ആ നിലയിൽ ഒന്നിലധികം നേതാക്കൾ ഇങ്ങനെ പറഞ്ഞതോടെ ഇതൊരു ഗൂഢാലോചനയാണ് എന്ന നിലയിൽ NSS സംശയിക്കുകയും ആ നിലയിലും വാർത്തകൾ പുറത്തുവരികയും ചെയ്തിരുന്നു. അത് ഫലത്തിൽ വലിയ രീതിയിൽ ദോഷം ചെയ്യും എന്ന് കണ്ടതോടുകൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് തന്നെ അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കുന്നത്. മാത്രമല്ല, G. സുകുമാരൻ നായർ തനിക്ക് വലിയ പിന്തുണ നൽകുന്ന, കേരളത്തിൽ പ്രവർത്തിക്കുമ്പോൾ തനിക്ക് വലിയ പിന്തുണ നൽകുന്ന നേതാവാണ്. NSSന്റെ ആഭ്യന്തര കാര്യത്തിൽ ഒരു കാലഘട്ടത്തിലും BJP ഇടപെടില്ല, ഇനിയും ഇടപെടാൻ പോകുന്നില്ല. അതായത് NSSനെ തകർക്കാനുള്ള നീക്കം എന്നതായിരുന്നു ഫലത്തിൽ പ്രവചിച്ച ഒരു വാർത്ത. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനൊരു വ്യക്തത വരുത്താനാണ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ശ്രമിച്ചത് എന്നുള്ളതാണ്. എന്തായാലും NSSന് കടുത്ത അതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ഉപരാഷ്ട്രപതിയൊക്കെയാണ്, ആ സ്ഥാനത്തിരിക്കുന്ന ഒരാളൊക്കെയാണ് ഇത്തരം പ്രസ്താവനകൾ നടത്തിയത്. അതും വസ്തുതയില്ലാതെയാണ് എന്നാണ് NSS ചൂണ്ടിക്കാണിച്ചത്. പ്രത്യേകിച്ച് പ്രോട്ടോകോൾ പ്രകാരമുള്ള പരിശോധന തടയുക മാത്രമാണ് NSS ചെയ്തത്. അതിന് NSSന്റെ മേൽ കുറ്റം ചാർത്തിക്കൊണ്ട് വലിയൊരു പ്രചരണം നടത്തുന്നത് അതിൽ NSSന് അതൃപ്തി ഉണ്ടായിരുന്നു. എന്തായാലും ഫലത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ തന്നെ ഇങ്ങനൊരു നിലപാട് പറഞ്ഞതോടെ ഇനി മറ്റ് BJP നേതാക്കൾ ഇക്കാര്യത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ, NSSനെ തള്ളിപ്പറയുകയോ അല്ലെങ്കിൽ അതിന് സാധ്യതയില്ല. ഒരുപക്ഷെ NSSനെ പിന്തുണച്ചുകൊണ്ട് പ്രസ്ഥാനമായിരിക്കും സാധ്യത. ഫലത്തിൽ അപ്പോൾ വെട്ടിലാകുന്നത് സുരേഷ് ഗോപിയാണ്, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. അവരുടെ പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകുമോ എന്നാണ് അറിയാനുള്ളത്. ശരി ശ്രീത്ത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.